പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയോടി ബലിയർപ്പിക്കാം. അനുരഞ്ജിതരായി തീർന്നിടാം നവമൊരു പീഠമൊരുക്കിടാം ഗുരുവിൻ സ്നേഹമൊഴിയാകും തിരുമുൻപാകെ അണച്ചിടാം. അന്നാ പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയോടി ബലി അർപ്പിക്കാം. അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഉദ്ഘോഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യകമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. കർത്താവായ ദൈവമേ, വിവാഹത്താൽ ബന്ധിതരായി ഹൃദയത്തിൽ ജീവിക്കുവാൻ ഈ ദാസരെ അങ്ങ് വിളിച്ചുവല്ലോ. സ്വർഗീയ വരങ്ങളാൽ ഈ വധുവരന്മാരെ സമ്പന്നരാക്കുകയും അങ്ങയുടെ കൽപ്പനകൾ പാലിച്ച് മാതൃകാപരമായി ജീവിക്കുന്ന കുടുംബത്തിന് രൂപം നൽകുവാൻ ഇവരെ സഹായിക്കുകയും ചെയ്യണമേ. അങ്ങയുടെ മഹത്വത്തിനും മനുഷ്യകുലത്തിൻ്റെ നന്മയ്ക്കും വേണ്ടി ഈ കൂദാശ യോഗ്യതയോടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹയുമായ സർവേശ്വരായ എന്നേക്കും. എൻ്റെ പുത്രി, ശ്രദ്ധിച്ചു കേൾക്കുക. നിന്റെ ജനത്തെയും പിതൃഗ്രഹത്തെയും നീ മറന്നുകളയുക. ഞങ്ങളുടെ രക്ഷകന്റെ മണവാട്ടിയായ സഭയെ നീ സന്തോഷിക്കുക. നിത്യനായ ദൈവം തൻ്റെ സ്നേഹം മൂലം നിന്നെ തൻ്റെ മണവാട്ടിയായി തിരഞ്ഞെടുത്തു. രാജപുത്രിയുടെ അഴകെല്ലാം ആന്തരികമാകുന്നു. അവളുടെ മേലങ്കി പൊന്നു പൊതിഞ്ഞതാകുന്നു. വിലയേറിയ കാഴ്ചകളുമായി രാജാവിനെ അവൾ സന്ദർശിക്കും. തോഴികളായ കന്യകമാർ അവളെ അനുഗമിക്കും. അവർ ഉല്ലാസഭരിതരായി രാജകൊട്ടാരത്തിൽ പ്രവേശിക്കും. എല്ലാ തലമുറകളും അവിടുത്തെ നാമം അനുസ്മരിക്കും. നിന്റെ ഭാര്യ നിന്റെ ഭവനത്തിൽ വിളഞ്ഞു കിടക്കുന്ന മുന്തിരിവള്ളിയാകും. നിന്റെ മക്കൾ മേശയ്ക്ക് ചുറ്റും സൈത്തുമുളകൾ പോലെയുമായിരിക്കും. കർത്താവിനെ ഭയപ്പെടുന്നവരെല്ലാം ഇപ്രകാരം അനുഗ്രഹീതരാകും. ജീവിതത്തിന്റെ ഓരോ ദിവസവും കർത്താവ് സിഹിയോനിൽ നിന്ന്
നിന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹയ്ക്കും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. ഞങ്ങളുടെ രക്ഷകന്റെ മണവാട്ടിയായ സഭയെ നീ സന്തോഷിക്കുക. നിത്യനായ ദൈവം തന്റെ സ്നേഹം മൂലം നിന്നെ തന്റെ മണവാട്ടിയായി തിരഞ്ഞെടുത്തു. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് നൽകിയിട്ടുള്ളതും എന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിച്ചൂടി നിൽക്കുന്ന സഭയിൽ ഞങ്ങളങ്ങേ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. അങ്ങ് സകലത്തിൻ്റെയും നാഥനും സൃഷ്ടാവുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധ റൂഹയുമായ സർവേശ്വരായ എന്നേക്കും. ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാകുന്നു, എന്നെ അനുഗമിക്കുന്നവൻ അന്ധകാരത്തിൽ നടക്കുകയില്ല എന്നരുൾ ചെയ്ത മിശിഹ നമുക്ക് മാർഗദീപമായിരിക്കട്ടെ. സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോനാഥാവിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. എൻ്റെ കർത്താവേ, നിസ്സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ഗുരു ആശീർവദിക്കണമേ. മിശിഹ നിന്നെ അനുഗ്രഹിക്കട്ടെ. എപ്പോഴും എല്ലാത്തിനും വേണ്ടി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പിതാവായ ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കുവിൻ. ക്രിസ്തുവിനോടുള്ള ബഹുമാനത്തെ പ്രതി നിങ്ങൾ പരസ്പരം വിധേയരായിരിക്കുവിൻ. ഭാര്യമാരെ, നിങ്ങൾ കർത്താവിനെ എന്ന പോലെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുവിൻ. എന്തെന്നാൽ ക്രിസ്തു തൻ്റെ ശരീരമായ സഭയുടെ ശിരസ്സായിരിക്കുന്ന പോലെ ഭർത്താവ് ഭാര്യയുടെ ശിരസ്സാണ്. ക്രിസ്തു തന്നെയാണ് ശരീരത്തിൻ്റെ രക്ഷകനും. സഭ ക്രിസ്തുവിന് വിധേയരായിരിക്കുന്ന പോലെ ഭാര്യമാർ എല്ലാ കാര്യങ്ങളിലും ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കണം. ഭർത്താക്കന്മാരെ, ക്രിസ്തു സഭയെ സ്നേഹിക്കുകയും അവളെ വിശുദ്ധീകരിക്കുവാൻ വേണ്ടി തന്നെ സമർപ്പിക്കുകയും ചെയ്ത പോലെ നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കണം. അവൻ സഭയെ വിശുദ്ധീകരിക്കുന്നതിന് ജലം കൊണ്ട് കഴുകി വചനത്താൽ വെണ്മയുള്ളതാക്കി. ഇത് അവളെ കറയോ ചുളിവോ മറ്റു കുറവുകളോ ഇല്ലാതെ മഹത്വപൂർണ്ണമായി തനിക്ക് വേണ്ടി തന്നെ പ്രതിഷ്ഠിക്കുന്നതിനും അവൾ കലങ്കരഹിതയും പരിശുദ്ധയുമായിരിക്കുന്നതിനും വേണ്ടിയാണ്. അതുപോലെ തന്നെ ഭർത്താക്കന്മാർ ഭാര്യയെ സ്വന്തം ശരീരത്തെ എന്ന പോലെ സ്നേഹിക്കണം. ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെയാണ് സ്നേഹിക്കുന്നത്. ആരും ഒരിക്കലും സ്വന്തം ശരീരത്തെ വെറുക്കുന്നില്ലല്ലോ. ക്രിസ്തു സഭയെ എന്ന പോലെ അവൻ അതിനെ പരിപോഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നു. എന്തെന്നാൽ നാം അവൻ്റെ ശരീരത്തിൻ്റെ അവയവങ്ങളാണ്. ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേരും, അവർ രണ്ടുപേരും ഒന്നാവുകയും ചെയ്തു. ഇത് ഒരു വലിയ രഹസ്യമാണ്. സഭയോടും ക്രിസ്തുവിനോടും ബന്ധപ്പെടുത്തിയിരിക്കുന്ന പോലെ ഞാനിത് പറയുന്നു. ചുരുക്കത്തിൽ നിങ്ങളിൽ ഓരോ വ്യക്തിയും തന്നെ പോലെ തൻ്റെ ഭാര്യയെ സ്നേഹിക്കണം. ഭാര്യയാകട്ടെ ഭർത്താവിനെ ബഹുമാനിക്കുകയും വേണം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. മോദം നാം പാടിടാം, ഹല്ലേലൂയ പാടിടാം. മധുരിതമാശയ സുധയിന്നൻ മാനസമലരിൽ നിറയുന്നു, മാനസമലരിൽ നിറയുന്നു. സാമോദം നാം പാടിടാം, ഹല്ലേലൂയ പാടിടാം, ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ.
സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. 3-ാം ദിവസം ഗലീലയിലെ കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു. ഈശോയുടെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. ഈശോയും ശിഷ്യന്മാരും വിവാഹ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ വീഞ്ഞു തീർന്നു പോയപ്പോൾ ഈശോയുടെ അമ്മ അവനോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. ഈശോ അവളോട് പറഞ്ഞു, സ്ത്രീയെ, എനിക്കും നിനക്കും എന്ത്? എൻ്റെ സമയം ഇനിയുമായിട്ടില്ല. അവൻ്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് എന്തായാലും അത് ചെയ്യുവിൻ. യഹൂദരുടെ ശുദ്ധീകരണ കർമ്മത്തിനുള്ള വെള്ളം നിറയ്ക്കുന്ന 6 കൽഭരണികൾ അവിടെ ഉണ്ടായിരുന്നു. ഓരോന്നിലും 2-3 അളവ് കൊള്ളുമായിരുന്നു. ഭരണികളിൽ വെള്ളം നിറയ്ക്കുവിനെന്ന് ഈശോ അവരോട് കൽപ്പിച്ചു. അവർ അവയെല്ലാം വക്കോളം നിറച്ചു. ഇനി പകർന്ന് കലവറക്കാരൻ്റെ അടുത്ത് കൊണ്ടു ചെല്ലുവിനെന്ന് അവൻ പറഞ്ഞു. അവർ അപ്രകാരം ചെയ്തു. വീഞ്ഞായി മാറിയ ആ വെള്ളം കലവറക്കാരൻ രുചിച്ചു നോക്കി. അത് എവിടെ നിന്നാണെന്ന് അവൻ അറിഞ്ഞില്ല. എന്നാൽ വെള്ളം കോരിയ പരിചാരകർ അറിഞ്ഞിരുന്നു. കലവറക്കാരൻ മണവാളനെ വിളിച്ചു. അവൻ പറഞ്ഞു, എല്ലാവരും മേൽത്തരം വീഞ്ഞ് ആദ്യം വിളമ്പുന്നു, അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്ന തരവും. എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചുവല്ലോ. ഈശോ തൻ്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലയിലെ കാനായിൽ ചെയ്തത്. അവൻ്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഇന്ന് എല്ലാവർക്കും സന്തോഷമുള്ള നല്ല ഒരു ദിനം. എന്നാൽ നമ്മുടെ ഈ പ്രത്യേക സാഹചര്യത്തിൽ നമ്മുടെ ബന്ധുമിത്രാദികൾക്ക് എല്ലാവർക്കും ഈ സന്തോഷത്തിൽ വന്ന് പങ്കുചേരാൻ സാധിക്കുന്നില്ലല്ലോ എന്നുള്ള ചെറിയ ഒരു സങ്കടവും. സാരമില്ല, ഇതൊക്കെ ദൈവത്തിൻ്റെ പരിപാലനയുടെ ഭാഗമാണ് എന്ന് നമുക്ക് കരുതാം. ഇന്ന് വിവാഹത്തിലേക്ക് നിജോയും ഷെറിനും പ്രവേശിക്കുമ്പോൾ ഒത്തിരിയേറെ സ്വപ്നങ്ങളോടും ആഗ്രഹങ്ങളോടും കൂടെ ഇവർ പ്രവേശിക്കുക. നീണ്ട ആലോചനയ്ക്ക് ശേഷം 2 കുടുംബങ്ങൾ തമ്മിൽ എടുത്ത ഒരു തീരുമാനത്തിൻ്റെ ഫലമായിട്ട് ഈ മക്കൾ 2 പേരും സഭയെ സാക്ഷിയാക്കി വിശുദ്ധ ഗ്രന്ഥത്തിൽ തൊട്ട് ഇന്നു മുതൽ മരണം വരെ തങ്ങൾ ഒന്നിച്ച് ജീവിച്ചു കൊള്ളാമെന്ന് ദൈവത്തിരുമുൻപിൽ വാഗ്ദാനം ചെയ്യുകയാണല്ലോ. നമുക്കൊരു നിമിഷം ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് തിരുക്കുടുംബത്തിന് സദൃശ്യമായ നല്ല ജീവിതം നയിക്കുവാൻ ദൈവം ഇവരെ അനുഗ്രഹിക്കട്ടെ. ഈ സമയം എനിക്ക് ഇവരോട് പറഞ്ഞു കൊടുക്കുവാനായിട്ടുള്ള 1-2 ചെറിയ കാര്യങ്ങൾ. നിങ്ങൾ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഉണ്ടായിരിക്കേണ്ട 1-2 കാര്യങ്ങളാണ്. അത് ഓർത്താൽ അത് ജീവിതത്തിൽ എന്നും സന്തോഷം നൽകുന്ന കാര്യമായിരിക്കും. ഒരിക്കൽ ഒരു ഇംഗ്ലീഷ് എഴുത്തുകാരൻ്റെ പുസ്തകം വായിച്ചപ്പോൾ ഞാനതിലിങ്ങനെ വായിച്ചു, എല്ലാ കുടുംബത്തിലും 3 മേശ ഉണ്ടായിരിക്കണം. 3 മേശ ഉണ്ടായിരിക്കണം. ഞാൻ മലയാളം പറഞ്ഞാൽ നിനക്ക് ഫോളോ ചെയ്യാമല്ലോ അല്ലേ? ഓക്കെ. ഒന്നാമത്തെ മേശ നമുക്കറിയാം, നമ്മുടെയൊക്കെ കുടുംബത്തിലുള്ള മേശയാണ് തീൻമേശ അല്ലേ, ഭക്ഷണമേശ. രണ്ടാമത്തെ മേശ എന്ന് പറയുന്നത് ഒരൽത്താരയാണ്, നമ്മൾ പ്രാർത്ഥിക്കാനായിട്ട് ഒരുമിച്ച് കൂടുന്ന ഇടം. മൂന്നാമത്തെ മേശ എന്ന് പറയുന്നത് ഡയലോഗ് ടേബിൾ. അത് നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല, പക്ഷേ നമുക്ക് സൃഷ്ടിച്ചെടുക്കേണ്ട ഒരു മേശയാണ്. ഈ 3 മേശ ഉണ്ടായിരിക്കണം. ഇതാണ് ഞാൻ പറയാൻ വരുന്നത് മുന്നോട്ട്. പല കുടുംബങ്ങളിലും ഒരച്ഛൻ എന്ന നിലയിൽ ഞാൻ മനസ്സിലാക്കിയ ഒരു വസ്തുത, പലപ്പോഴും ഒന്നിച്ച് ഭക്ഷണം കഴിക്കുവാനായിട്ട് പല കുടുംബങ്ങളിലും സാധിക്കുന്നില്ല എന്നൊരവസ്ഥയാണ്. മേശയുണ്ട്, ഡൈനിങ് ടേബിൾ ഇല്ലാത്ത വീടൊന്നും കാണിയല്ല, പക്ഷേ ഒന്നിച്ച് ഭക്ഷണം കഴിക്കാനായിട്ട് പറ്റുന്നില്ലാത്ത ഒരവസ്ഥയാണ്. ശരിയാണ്, IT ഫീൽഡിലോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ജോലിക്ക് പോകുന്നവർക്ക് എല്ലാ നേരവും ഒന്നിച്ച് ഭക്ഷിക്കാൻ പറ്റി എന്ന് വരില്ല. അല്ലെങ്കിൽ
നമ്മുടെ ജീവിതത്തിൻ്റെ തിരകൾക്കിടയിൽ എല്ലാ സമയവും ഒന്നിച്ച് ഭക്ഷിക്കാൻ പറ്റിയെന്ന് വരില്ല. പക്ഷേ ജീവിതത്തിൽ ദിവസത്തിൽ ഏതെങ്കിലും ഒരു നേരം നിർബന്ധമായിട്ടും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റണം. അതിന് കാരണം ഇതാണ്. നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ, പ്രത്യേകിച്ച് മർക്കോസിൻ്റെ സുവിശേഷത്തിൽ ഉടനീളം നമ്മൾ കാണുന്ന ഒരു കാര്യമാണ് കർത്താവ് തീന്മേശയിലൂടെ കടന്നു പോകുന്ന യാഥാർത്ഥ്യങ്ങൾ. അവസാനം ഈശോ സ്നേഹം പങ്കുവയ്ക്കുന്നത്, തന്നെ പങ്കുവയ്ക്കുന്നതും ഒരു തീന്മേശയിലിരുന്നു കൊണ്ടാണ്. അവൻ തന്നെ പകുത്തു കൊടുത്തുകൊണ്ടാണ് പറയുന്നത്, എൻ്റെ ഓർമ്മയ്ക്കായിട്ട് ഇത് ചെയ്യുവിൻ. ദൈവം പോലും ഒന്നിച്ച് ഭക്ഷണം കഴിക്കുന്നത് സ്നേഹത്തിൻ്റെ ഒരു പ്രകടനമായിട്ട് നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുകയാണ്. ആ അവതരണം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വീണ്ടും അവതരിപ്പിക്കുന്നതാണ്. ഓരോ അത്താഴവും നമ്മുടെ ഒരു അന്ത്യത്താഴമാണ്. കർത്താവിൻ്റെ മേശയോട് ചേർന്ന് നമ്മൾ ഒന്നിച്ച് ഭക്ഷിക്കുന്നതാണ്. ആ ഒരു സ്നേഹം ദൈവത്തോട് ചേർന്ന് നമുക്ക് പങ്കുവയ്ക്കാൻ പറ്റുമ്പോൾ കുടുംബജീവിതം സന്തോഷകരമാകും. നമ്മൾ ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കുന്ന പോലെയല്ല വീട്ടിലിരുന്ന് കഴിക്കുന്നത്. അതുകൊണ്ടാണ്. ഇനി രണ്ടാമത്തേത്, ഒന്നിച്ച് പ്രാർത്ഥിക്കാനായിട്ടുള്ള ഒരിടം. എല്ലാ വീട്ടിലുമുണ്ട് കർത്താവിൻ്റെ ഒരൾത്താര, അല്ലെങ്കിൽ തിരുഹൃദയത്തിൻ്റെ, തിരുകുടുംബത്തിൻ്റെ ഒരു രൂപമൊക്കെ. പക്ഷേ ഇന്ന് നമുക്ക് പലപ്പോഴും പല വീടുകളിലും കാണാൻ പറ്റുന്ന ഒരു യാഥാർത്ഥ്യം, ഞാൻ പറയുന്നത് ക്ലിയർ ആവുന്നുണ്ടല്ലോ അല്ലേ? എക്കോയി പോകുന്നില്ലല്ലോ. നമ്മൾ കാണാൻ പറ്റുന്ന ഒരു യാഥാർത്ഥ്യം ഇതാണ്. നമ്മൾ ആ മേശയുടെ മുന്നിൽ തന്നെ ഇരുന്ന് കാലും കയറ്റി വെച്ച് TV കാണുന്ന ഒരു സംസ്കാരം, അതിൻ്റെ മുന്നിൽ തന്നെ ഇരുന്ന് പത്രം വായിക്കുന്ന ഒരു സംസ്കാരം, ചിലപ്പോൾ ചില വീടുകളിലൊക്കെ അതിൻ്റെ മുൻപിൽ തന്നെ ഇരുന്ന് മദ്യപാനം നടത്തുന്ന ഒരു സംസ്കാരം, ഇതൊക്കെ നമ്മുടെ കുടുംബങ്ങളിൽ അറിയാതെ വന്നു ചേർന്നിരിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. എൻ്റെ ദൈവത്തിൻ്റെ അൾത്താരയുടെ മുൻപിൽ ഇരുന്നു കൊണ്ടാണ് ഞാൻ പലപ്പോഴും ചില പ്രഹസനങ്ങളൊക്കെ ഞാൻ കാഴ്ചവെക്കുന്നത്. അപ്പോൾ ആ അൾത്താരയുടെ വില നമ്മൾ പലപ്പോഴും മറന്നു പോവുകയാണ്. എനിക്ക് പ്രാർത്ഥിക്കാനായിട്ട് എൻ്റെ കുടുംബത്തിൽ നിർബന്ധമായിട്ടും ഒരിടമുണ്ടായിരിക്കണം. അവിടെ ഞാൻ അറിയാതെ ചെന്ന് നിൽക്കുമ്പോൾ പോലും ഇതെൻ്റെ ദൈവസന്നിധി. നമ്മൾ ഉറപ്പായിട്ട് നമ്മുടെ പള്ളി വരുമ്പം തല തന്നെ ഒന്ന് കുനിഞ്ഞു പോകും, ഇല്ലേ? എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ കുടുംബത്തിൻ്റെ അൾത്താരയുടെ മുൻപിൽ നമ്മളായിരിക്കുമ്പോൾ അറിയാതെ നമുക്കൊന്ന് തലകുനിക്കാനായിട്ട് സാധിച്ചാൽ, അത് സാധിക്കണമെങ്കിൽ അത് അൾത്താരയാണ് എന്ന ബോധം നമുക്കെപ്പോഴും നമ്മുടെ മനസ്സിൽ സൂക്ഷിക്കാൻ പറ്റണം. അടുത്ത കാലത്ത് ഒരു സ്ത്രീ എൻ്റെ അടുക്ക വന്നിച്ച് എന്നോട് പറഞ്ഞു, എൻ്റെ ഭർത്താവിന് എന്നെക്കുറിച്ച് ഒരു ചിന്തയുമില്ല അച്ഛാ, എനിക്കൊരല്പം പോലും സമയം തരുന്നില്ല അച്ഛാ. ഞാൻ ചോദിച്ചു, കാര്യങ്ങളൊക്കെ നടത്തി തരുന്നില്ലേ? ഉണ്ട്, കാര്യങ്ങളൊന്നും നടത്തി തരാഞ്ഞിട്ടല്ല, എനിക്ക് വേണ്ടതൊക്കെ വാങ്ങിച്ചു തരുന്നുണ്ട്. പക്ഷേ എനിക്ക് വേണ്ടി ഒരല്പം സമയം അദ്ദേഹം മാറ്റിവെക്കുന്നില്ല. എൻ്റെ മനസ്സിൽ അദ്ദേഹത്തോട് പറയാനായിട്ടുള്ള കാര്യങ്ങളൊന്ന് പറയാൻ എനിക്കൊരവസരം തരുന്നില്ല. അത് പല കുടുംബങ്ങളിലും പല സ്ത്രീകളും അനുഭവിക്കുന്ന ഒരു ഹൃദയവതയാണ്. കുടുംബനാഥന്മാർ അല്ലെങ്കിൽ ഭർത്താക്കന്മാരൊക്കെ പലപ്പോഴും അവരുടെ ജോലി കാര്യങ്ങളുമായിട്ടോ അല്ലെങ്കിൽ കുടുംബത്തിൻ്റെ ഉത്തരവാദിത്വങ്ങളും തിരക്കുകളുമായിട്ടൊക്കെ മുന്നോട്ട് പോകും. ഭാര്യയുടെ മനസ്സിലിരിക്കുന്നത് എന്താണ് എന്ന് ഒന്ന് അറിയാനായിട്ടൊരവസരം കൊടുക്കുന്നില്ല. അത് ഭർത്താക്കന്മാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കാരണം തമ്മിൽ പരസ്പരം ഒന്ന് സംസാരിക്കാനായിട്ട് ഇടമുണ്ടെങ്കിൽ പല പൊട്ടിത്തെറികളും ഇല്ലാതാകും. വിശുദ്ധ ഗ്രന്ഥഭാഗത്തിൽ പരിശുദ്ധ അമ്മയുടെ പ്രത്യേക മാധ്യസ്ഥം നമ്മൾ കാണുന്നുണ്ട്. അവരുടെ കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ അല്ലെങ്കിൽ കുടുംബത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ വീഞ്ഞ് തീർന്നു പോകുന്ന വലിയ യാഥാർത്ഥ്യമുണ്ടാകുമ്പോൾ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടുകയാണ്. അപ്പോൾ അമ്മ പറഞ്ഞു കൊടുക്കുന്ന ഇത്രയേ ഉള്ളൂ, സൊല്യൂഷൻ ഒന്നും പറഞ്ഞു കൊടുക്കുന്നില്ല. പകരം ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നത്, അവൻ പറയുന്നത് ചെയ്യുക. അവൻ പറയുന്ന എന്നതാന്ന് പോലും അമ്മ പറയുന്നില്ല. പരിശുദ്ധ അമ്മയ്ക്ക് പോലും ഈശോ ഇവിടെ വെള്ളം വീഞ്ഞാക്കും എന്നറിയാമോ എന്ന് നമുക്ക് സംശയമാണ്. കാരണം പരിചാരകരോട് അമ്മ പറയുന്ന ഇങ്ങനെ ഒറ്റ വാക്കേ ഉള്ളൂ, അവൻ പറയുന്നത് എന്തായാലും അത് ചെയ്യുവിൻ. ആ വാക്ക് അങ്ങനെ തന്നെ എഴുതിയിരിക്കുന്നത്, അവൻ പറയുന്നത് എന്തായാലും അത് ചെയ്യുവിൻ. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ നമ്മൾ തേടിയാൽ അമ്മ നമുക്കൊരു ഉപദേശം തരും. ഈശോ പറഞ്ഞു തരുന്നത് ചെയ്യുവിൻ. സ്നേഹിക്കുക എന്നതിനപ്പുറം ഈശോയ്ക്ക് പറയാനായിട്ടൊന്നുമില്ല. പരിശുദ്ധ അമ്മയിലൂടെ ദൈവത്തെ സ്നേഹിച്ച് ദൈവത്തെ മുറുകെ പിടിച്ചാൽ കുടുംബജീവിതം അനുഗ്രഹീതമാവും. നമ്മൾ ഈ വർഷം വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ പ്രത്യേക വർഷമായിട്ട് കൂടെ ആചരിക്കുകയാണ്. തിരുസഭയെയും ലോകം മുഴുവനുള്ള കുടുംബങ്ങളെയും പരിശുദ്ധ പിതാവ് വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ മാധ്യസ്ഥം വഴി കാഴ്ചവെക്കുകയാണ് ദൈവത്തിന്. ഈ കുടുംബവും ദൈവത്തിൻ്റെ പ്രത്യേക വാത്സല്യമുള്ള വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ പ്രത്യേക മാധ്യസ്ഥമുള്ള നല്ല കുടുംബമായി തീരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ രണ്ടുപേരെയും സർവശക്തനായ ദൈവം അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ രണ്ട് കുടുംബങ്ങളും അനുഗ്രഹീതമാകട്ടെ. ആമേൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹയുടെയും നാമത്തിൽ ആമേൻ. പ്രിയപുത്രേ, ആത്മാവിഭൂഷിത മണവാട്ടി, നിന്നെ ഇതോ തിരുമണവാളൻ മണവറയിൽ
തോമസ് മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടെ മരിയയെ നിൻ്റെ ഭാര്യയായി സ്വീകരിക്കുന്നുവോ? മരിയ മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടെ തോമസിനെ നിൻ്റെ ഭർത്താവായി സ്വീകരിക്കുന്നുവോ? നിങ്ങളിതിന് സാക്ഷികളാണല്ലോ. നിങ്ങൾ തമ്മിലുള്ള ഉടമ്പടിയുടെ അടയാളമായി പരസ്പരം വലതുകരം ചേർത്ത് പിടിക്കുവിൻ. അബ്രാഹത്തിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവം നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. സ്നേഹത്തോടും മനസ്സിൻ്റെ ഐക്യത്തോടും കൂടെ കുടുംബജീവിതം നയിക്കുവാൻ നമ്മുടെ കർത്താവ് യേശു മിശിഹാ നിങ്ങളെ വിവാഹത്താൽ ബന്ധിക്കുമാറാകട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹയുടെയും നാമത്തിൽ ആമേൻ. കുരിശുമരണം വഴി തിരുസഭയെ വധുവായി സ്വീകരിച്ച കർത്താവേ, വിശ്വാസത്തിലും സ്നേഹത്തിലും വധുവരന്മാരെ ഒന്നിപ്പിക്കുന്ന ഈ താലി ദയാപൂർവം ആശീർവദിക്കണമേ. ഐക്യത്തിൻ്റെ പ്രതീകമായ ഈ താലി അഭേദ്യമായ സ്നേഹത്തിൽ പരിപൂർണമായ വിശ്വാസത്തിലും ഇവരെ ബന്ധിക്കുമാറാകട്ടെ. ജീവിതത്തിലുണ്ടാകുന്ന ക്ലേശങ്ങൾ സന്തോഷപൂർവ്വം സഹിക്കുവാനും നിൻ്റെ ഇഷ്ടമനുസരിച്ച് പരിശുദ്ധരായി ജീവിക്കുവാനും ഇതിൽ മുദ്രിതമായിരിക്കുന്ന കുരിശിവർക്ക് ശക്തി നൽകട്ടെ. ഇതിവരുടെ വിശ്വസ്തതയുടെ അടയാളമായിരിക്കുകയും ചെയ്യട്ടെ. ആമേൻ. കർത്താവായ ദൈവമേ, ഈ ദമ്പതിമാരുടെ സ്നേഹത്തിൻ്റെയും വിശ്വസ്തതയുടെയും അടയാളമായി ഇവർ പരസ്പരം അണിയിക്കുന്ന ഈ മോതിരങ്ങൾ ആശീർവദിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹയുടെയും നാമത്തിൽ ആമേൻ. കൃപാവരത്തിൻ്റെ അനശ്വര വസ്ത്രത്താൽ മനുഷ്യാത്മാവിനെ അലങ്കരിക്കുന്ന കാരുണ്യവാനായ കർത്താവെ, ഈ മന്ത്രകോടിയെ ആശീർവദിക്കണമേ. പൂർണ്ണമായ ആത്മസമർപ്പണവും പരസ്പര സ്നേഹവും വഴി നിന്നെ ധരിക്കുവാൻ ഈ ദമ്പതിമാരെ അനുഗ്രഹിക്കണമേ. നിന്റെ മണവാട്ടിയായ പരിശുദ്ധ സഭയെ മഹത്വത്തിൻ്റെ വസ്ത്രം ധരിപ്പിച്ച കർത്താവെ, ലോകത്തിൽ നിഷ്കളങ്കരായി ജീവിച്ച് സ്വർഗത്തിൽ മഹത്വത്തിൻ്റെ വസ്ത്രം അണിയുവാൻ ഇവരെ യോഗ്യരാക്കുകയും ചെയ്യണമേ. ആമേൻ. സൗഭാഗ്യമേകാൻ മണ്ണിനെ വിണ്ണോടു ചേർക്കാൻ കല്യാണരൂപനാകും യേശുനാഥൻ കരുണാവർഷം പൊഴിയുന്നു. മംഗല്യ സൗഭാഗ്യമേകാൻ മണ്ണിനെ വിണ്ണോടു ചേർക്കാൻ കല്യാണരൂപനാകും യേശുനാഥൻ കരുണാവർഷം പൊഴിയുന്നു. മംഗല്യ സൗഭാഗ്യമേകാൻ യോസേപ്പ് പിതാവും കന്യാംബികയും ഓമൽ സുതനാമീശോയും യോസേപ്പ് പിതാവും കന്യാംബികയും ഓമൽ സുതനാമീശോയും കുടുംബമായാകവേദി ആത്മാർപ്പണം ചെയ്തതുപോലെ അർപ്പണം ചെയ്യാൻ കുടുംബമാകാൻ ഭാവുകം നേരുന്നിതാ, ഭാവുകം നേരുന്നിതാ. മംഗല്യ സൗഭാഗ്യമേകാൻ മണ്ണിനെ വിണ്ണോടു ചേർക്കാൻ കല്യാണരൂപനാകും യേശുനാഥൻ കരുണാവർഷം പൊഴിയുന്നു. മംഗല്യ സൗഭാഗ്യമേകാൻ
ഇന്നു മുതൽ മരണം വരെ സന്തോഷത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും പരസ്പര സ്നേഹത്തോടും വിശ്വസ്തയോടും കൂടി ഏക മനസ്സോടെ ജീവിച്ചു കൊള്ളാമെന്ന് വിശുദ്ധ സുവിശേഷം സാക്ഷിയാക്കി ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. ഈ വാഗ്ദാനമനുസരിച്ച് ജീവിക്കുവാൻ സർവശക്തനായ ദൈവം ഞങ്ങളെ സഹായിക്കട്ടെ. സഹോദരേ, നിങ്ങൾ കുനിഞ്ഞ് ആശീർവാദം സ്വീകരിക്കുവിൻ. സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആന്തരിക സൗന്ദര്യത്താലും പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളാലും അവിടുന്ന് നിങ്ങളെ സമ്പന്നരാക്കട്ടെ. തിരുസഭയുടെ ശിരസ്സായ മിശിഹ എപ്പോഴും നിങ്ങളുടെ ഭരണകർത്താവും സംരക്ഷകനുമായിരിക്കട്ടെ. ജീവിതത്തിലെ എല്ലാ പ്രവർത്തനങ്ങളിലും അവിടുന്ന് നിങ്ങൾക്ക് തുണയായിരിക്കട്ടെ. മാനസികവും ശാരീരികവുമായ ആരോഗ്യവും ഭൗതികമായ സുസ്ഥിതിയും അവിടുന്ന് നിങ്ങളിൽ ചൊരിയട്ടെ. ദൈവം നിങ്ങൾക്ക് നൽകുന്ന മക്കളെ സന്തോഷപൂർവ്വം സ്വീകരിക്കുന്നതിനും അവരെ വിശുദ്ധിയുടെ മാർഗത്തിൽ നയിക്കുന്നതിനും അവിടുന്ന് നിങ്ങളെ സഹായിക്കട്ടെ. അവിടുത്തേക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ നിങ്ങളെ അവിടുന്ന് യോഗ്യരാക്കുകയും ചെയ്യട്ടെ. മാമോദിസ സ്വീകരിക്കുകയും ജീവന്റെ രഥത്താൽ മുദ്രിതയാകുകയും ചെയ്തവർ ഭക്തരുടെ ശ്രദ്ധയോടും കൂടെ വിശുദ്ധ രഹസ്യങ്ങളെ പങ്കുകൊള്ളട്ടെ. പ്ലീസ് താഴെ പറയുന്ന വണ്ടികൾ മരത്തിൻ്റെ ചുവട്ടിലൊന്ന് മാറ്റിയിടണമെന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കുകയാണ്. മരത്തിൻ്റെ കൊമ്പുകൾ വെട്ടി അത് ഭംഗിയാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. KL 34D 3644 KL 42. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഈ ദമ്പതിമാരുടെ മേലെങ്ങിൻ്റെ സ്നേഹത്തിൻ്റെ കാരുണ്യത്തിൻ്റെയും വലം കൈ നീട്ടണമേ. അങ്ങയുടെ സംരക്ഷണത്തിൻ്റെ തണലിൽ ഇവരെ കാത്തുകൊള്ളണമേ. അബ്രാഹത്തെയും സാറയെയും അനുഗ്രഹിച്ച ദൈവമേ, അഭേദ്യമായ ഐക്യത്തിൽ ഇവരെ ഒന്നിപ്പിച്ച് പരിപാലനത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. പിതാവും പുത്രനും പരിശുദ്ധ റൂഹയുമായ സർവേശ്വരായ എന്നേക്കും. കർത്താവേ ആശീർവദിക്കണമേ. കർത്താവായ മിശിഹായ ദമ്പതിമാരെ അനുഗ്രഹിക്കണമേ. നമ്മുടെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെയും തിരുക്കുടുംബത്തിൻ്റെ നായകനായ മറിയൂസേപ്പിൻ്റെയും മാധ്യസ്ഥ്യം ഇവരുടെ കുടുംബജീവിതത്തെ ഐശ്വര്യപൂർണ്ണമാക്കട്ടെ. സകല വിശുദ്ധരുടെയും പ്രാർത്ഥന ഇവരെ സഹായിക്കുകയും ചെയ്യട്ടെ. സകലത്തിൻ്റെയും നാഥാ എന്നേക്കും.
അനന്തമായ സ്നേഹത്താൽ പുരുഷനും സ്ത്രീയുമായി മനുഷ്യരെ സൃഷ്ടിക്കുകയും സൃഷ്ടികർമ്മത്തിൽ അവരെ പങ്കാളികളാക്കുകയും ചെയ്ത കാരുണ്യവാനായ ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. വിവാഹമെന്ന കൂദാശയാൽ നിർമ്മലമായ സ്നേഹത്തിലും നിസ്വാർത്ഥമായ ആത്മസമർപ്പണത്തിലും അവിടുന്ന് നിങ്ങളെ കാത്തു പരിപാലിക്കട്ടെ. മിശിഹായുടെ അവയവങ്ങളും പരിശുദ്ധ റൂഹയുടെ ആലയങ്ങളുമായ നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും പ്രീതികരവുമായ സജീവ ബലിയായി ദൈവത്തിന് സമർപ്പിക്കുവാൻ ഈ കൂദാശ നിങ്ങളെ ശക്തരാക്കട്ടെ. സന്താന സൗഭാഗ്യം നൽകി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയുടെ കൂട്ടായ്മയിൽ നിങ്ങളുടെ കുടുംബം അഭിവൃദ്ധി പ്രാപിക്കട്ടെ. നിങ്ങളുടെ ജീവിതം അവിടുന്ന് ഐശ്വര്യപൂർണ്ണമാക്കുകയും നിങ്ങളുടെ ആശകളും പ്രതീക്ഷകളും അവിടുന്ന് സഫലമാക്കുകയും ചെയ്യട്ടെ. ആവശ്യം നേരത്തെ സഹായിക്കുവാൻ നിരവധി ആത്മാർത്ഥ സുഹൃത്തുക്കളെ ദൈവം നിങ്ങൾക്ക് പ്രദാനം ചെയ്യട്ടെ. സ്വർഗീയ മണവറയിൽ അവിടുത്തേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും സമർപ്പിക്കുവാൻ നിങ്ങളെ അവിടുന്ന് യോഗ്യരാക്കട്ടെ. നവദമ്പതിമാരായ നിങ്ങളെയും ഈ തിരുക്കർമ്മത്തിൽ പങ്കുചേർന്ന എല്ലാവരെയും ദൈവം ആശീർവദിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.